ഇത്രയും മഴയും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും പിന്മാറാതെ നിൽക്കുന്നത് സർക്കാർ ഞങ്ങളെ കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ആവുന്നത് വരെ ഇതേപോലെ കണ്ടിന്യൂ ചെയ്തു പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. 5 ജില്ലകളിലെ 1ാം റാങ്കുകാരന് പോലും ഇതുവരെ നിയമനം കൊടുത്തിട്ടില്ല. 30 കുട്ടികൾക്ക് ഒരു അധ്യാപിക. അപ്പൊ ആ ഒരു റേഞ്ച് കുറച്ച് ഒരു 25 കുട്ടികൾക്ക് ഒരു അധ്യാപിക എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ നമസ്കാരം. LP-ST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് 5ാം ദിവസം പിന്നിടുകയാണ്. മുൻപ് ആശാ വർക്കർമാരായിരുന്നു ഈ ഒരു സ്ഥലത്ത്, അതായത് സെക്രട്ടേറിയറ്റിൻ്റെ ഈ ഒരു ഗേറ്റിൻ്റെ അടുത്തായി സമരം ചെയ്തത് ആശാ വർക്കർമാരായിരുന്നു. ആ സ്ഥലത്ത് തന്നെ നിലവിലിപ്പോൾ ഉദ്യോഗാർത്ഥികൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 5ാമത്തെ ദിവസമാണ് ഈ ഒരു സമരം പിന്നിടുന്നത്. ഇതുവരെയും സർക്കാർ കണ്ണു തുറന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഏകദേശം 2000-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു സമരത്തിന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിരുന്നു. ഏകദേശം ഈ ഒരു റാങ്ക് പട്ടികയിൽ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 9000-ഓളം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1ാം റാങ്കുകാർക്ക് ഉൾപ്പെടെ നിലവിലിപ്പോൾ ജോലി ലഭ്യമായിട്ടില്ല. 2028-ലാണ് എന്ന് തോന്നുന്നു ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുക. എന്തായാലും നിരവധി ആളുകൾക്ക്, നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെയും ജോലി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുൻപ് ഇവർ പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സമരവുമായി രംഗത്ത് വന്നിരുന്നു. അന്നൊന്നും തന്നെ ഈ ഒരു സമരത്തിന് യാതൊരുവിധ പരിഹാരവും കണ്ടിരുന്നില്ല. അന്ന് പ്രതിപക്ഷമായിരുന്ന UDF ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഞങ്ങൾ അധികാരത്തിലേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം പരിഹരിക്കുമെന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മത്സരിക്കുന്ന സമയത്ത് ഉൾപ്പെടെ ഈ PSC ഉദ്യോഗാർത്ഥികളുമായി സംസാരിച്ചിരുന്നു. അന്നും VD സതീശൻ വ്യക്തമായി പറഞ്ഞിരുന്നത് ഇവരുടെ വിഷയം, അതായത് PSC ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് റാങ്ക് പട്ടികയിൽ വന്നിട്ടും ജോലി ലഭിക്കാത്തവരുടെ വിഷയം ഞങ്ങളുടെ സർക്കാർ അധികാരത്തിലേറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കുമെന്നായിരുന്നു. എന്നാൽ നിലവിലിപ്പോൾ UDF സർക്കാരാണ് ഭരിക്കുന്നത്. ഇതുവരെയും ഇവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാൻ സാധിച്ചിട്ടില്ല. ഇന്ന് 5ാം ദിവസം പിന്നിടുകയാണ്. എന്തായാലും ഉദ്യോഗാർത്ഥികളോട് തന്നെ ചോദിക്കാം. ഇന്ന് 5ാം ദിവസം പിന്നിടുകയാണ്. ഇപ്പോൾ നല്ല മഴയുമാണ്. എങ്ങനെയാണ്, അതിജീവിക്കാനാണോ തീരുമാനം? മുൻപ് ആശമാരായിരുന്നു ഇവിടെ സമരം ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഇന്ന് നിരാഹാര സമരം അനിശ്ചിതകാല 5ാം ദിവസത്തിലാണ്. നമ്മളിങ്ങനെ ഒരു ഇത്രയും മഴയും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും പിന്മാറാതെ നിൽക്കുന്നത് സർക്കാർ ഞങ്ങളെ കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇപ്പോൾ CM-ഉമായി ഒരു സംസാരിക്കുകയുണ്ടായി. അപ്പം അതിൽ നമ്മളെ പരിഗണിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് വാക്കാൽ പറഞ്ഞാൽ പോരല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സമരം കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ആവുന്നത് വരെ ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. ഇതിലും ശക്തമായി നമ്മൾ ആളുകൾ എത്തും. നമ്മൾ സ്റ്റാഫ് ഫിക്സേഷൻ്റെ ഡേറ്റായ ജൂലൈ 15-ന് വലിയൊരു പ്രക്ഷോഭം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാർ നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളിത് തുടരി പോവുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ നമ്മൾ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൂടുതൽ വരാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കുറച്ച് സമയം അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പിന്നെ ഉദ്യോഗാർത്ഥികൾ എത്ര പേരുണ്ട് ജോലി ലഭിക്കാൻ? ഞങ്ങൾക്ക് ശരിക്ക് ഓൾ കേരള ലെവലിലാണ് ഇപ്പോൾ ഇവിടെ സമരം നടക്കുന്നത്. ഓൾ കേരളയിൽ ലിസ്റ്റിൽ മൊത്തം ഒരു 11,000-ഓളം പേരുണ്ട്. അതിൽ 6000 സംതിങ്ങോളാണ് മെയിൻ ലിസ്റ്റിൽ വരുന്നത്. ഓരോ ജില്ലയിലും മെയിൻ ലിസ്റ്റ്. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ലിസ്റ്റിലുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒരു 500 പേരോളം ഉണ്ട് മെയിൻ ലിസ്റ്റിൽ. അതിൽ ഇപ്പോൾ ഒരു വർഷം ഒരു മാസം കഴിഞ്ഞിട്ടും ആകെ 20-ന്റെ അടുത്താണ് നിയമനം നടന്നിട്ടുള്ളൂ. അത് ചില ജില്ലകളിൽ മാത്രം. 5 ജില്ലകളിൽ 1ാം റാങ്കുകാരന് പോലും ഇതുവരെ നിയമനം കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇപ്പം നമുക്ക് പ്രധാന പ്രശ്നം വരുന്നത് സ്കൂളുകളിൽ കുട്ടികൾ കൊഴിഞ്ഞു പോകുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള ടീച്ചേഴ്സിനെ തന്നെ ബാധിക്കുകയാണ്. അവരുടെ ജോലി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ജോലി അവർ ഓൾറെഡി സർക്കാർ സർവീസിൽ കയറിയോണ്ട് തന്നെ പിരിച്ചുവിടാനോ അങ്ങനെയുള്ളതൊന്നും പറ്റില്ല. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ പുതിയതായിട്ട് വരുന്ന വിരമിക്കൽ ഒഴിവുകളിലേക്കാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ PSCക്കാർക്ക് അവിടെ അവസരം നഷ്ടപ്പെടുകയാണ്. ഡിവിഷൻ ഫോളാണ് റിട്ടയർമെൻറ്റിനേക്കാൾ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അവരെ അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചാൻസ് ഇല്ല. അപ്പം നമ്മൾ പറയുന്നത് ഇപ്പോൾ ജനസംഖ്യ കുറവാണ്, ബർത്ത് റേറ്റ് കുറവാണെന്ന് പറയുന്നുണ്ട് സർക്കാർ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ 1:30 എന്ന കണക്കിലാണ് സ്കൂളുകളിൽ ഉള്ളത്. അതായത് 30 കുട്ടികൾക്ക് ഒരു അധ്യാപിക. അപ്പോൾ ആ ഒരു റേഞ്ച് കുറച്ച് ഒരു 25 കുട്ടികൾക്ക് ഒരു അധ്യാപിക എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ ഡിവിഷൻ ഫോൾ ഇല്ലാതാവുകയും ആ ടീച്ചേഴ്സിന് അവിടെ തുടരുകയും നമ്മുടെ വിരമിക്കലൊഴികൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ പ്രധാന ആവശ്യം സർക്കാരിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഞങ്ങളും അതുപോലെ ഞങ്ങൾ അധ്യാപക സംഘടനകളെ സമീപിച്ചിരുന്നു. അവർക്കും അതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ലിസ്റ്റിൻ്റെ കാലാവധി ശരിക്കും ഞങ്ങൾക്ക് 2028 മെയ് 30 വരെ ഉണ്ട്. അപ്പോൾ അധ്യാപക നിയമനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമുക്ക് നിയമനം ലഭിക്കുക. കാരണം കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് അതുപോലെ റിട്ടയർമെൻറ്റ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അപ്പോൾ അതൊക്കെ കൂടി കിട്ടുക ജൂണിലാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ നിലവിൽ പറഞ്ഞാൽ 2 ജൂൺ കഴിഞ്ഞു, ഞങ്ങൾക്കൊരു ജൂണാണുള്ളത്. അതിൽ തന്നെ ഡിവിഷൻ ഫോൾ സംഭവിച്ച ആ ജൂൺ ഞങ്ങൾക്ക് പ്രതീക്ഷ ഇല്ലാത്തൊരു അവസ്ഥയാണ്. എല്ലാവരും എന്തുകൊണ്ടാണ് ഇത്രയും സമയം ഉണ്ടായിട്ടും ഇപ്പോൾ സമരം നടത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലിസ്റ്റിൻ്റെ അവസ്ഥ നമുക്ക് അറിയുള്ളൂ. എല്ലാവരും ഇത്രയും സമയം ഉണ്ടല്ലോ ഇനിയും നിങ്ങൾക്ക് എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. ഇവരാണോ പിന്നെ നിരാഹാരം? എൻ്റെ പേര് ബൽക്കീസ്. എന്തായാലും ഇവർ പറഞ്ഞു വെക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി VD സതീശനെ കണ്ടിരുന്നു, ഇവരുടെ പരാതികളെല്ലാം തന്നെ അറിയിച്ചിരുന്നു, ഉടൻ തന്നെ പരിഹരിക്കും എന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അതായത് വാക്കാലുള്ളൊരു മറുപടിയാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ നൽകിയിരിക്കുന്നത് എന്നാണ് നിലവിലിപ്പോൾ ഇവർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവരാണ് നിലവിലിപ്പോൾ അനിശ്ചിതകാല നിരാഹാരം കിടക്കുന്നത്. മുഖ്യമന്ത്രി വാക്കാൽ ഈ ഒരു വിഷയം പറഞ്ഞുവെങ്കിലും ഇവർ നിലവിലിപ്പോൾ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരം ഇതുവരെയും നിർത്തിയിട്ടില്ല. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ സത്യാഗ്രഹം തുടരാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. അവർ പറഞ്ഞതുപോലെ 10,000-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതുവരെയും ജോലി ലഭിക്കാത്ത സാഹചര്യം നിലവിലുള്ളത്. ഏറെ സങ്കടകരമായ കാഴ്ചയാണ്. കാരണം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ നമ്മുടെ നാട്ടിൽ തന്നെ നിലനിർത്തി അന്യ സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ വിദേശത്തേക്കോ അയക്കാൻ നമ്മുടെ ഈ ഒരു സർക്കാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലൊരു പ്രവണതയൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് UDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉദ്യോഗാർത്ഥികൾ വലിയ രീതിയിലുള്ള അവരുടെ ജോലിക്കായുള്ള സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. ഈ സർക്കാരിൻ്റെ മുഖച്ഛായയെ തന്നെ ചിലപ്പോൾ വലിയ രീതിയിൽ ബാധിച്ചേക്കാവുന്ന ഒരു സമരമാണ്. കാരണം ഉദ്യോഗാർത്ഥികളാണ്, ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. PSC ക്രമക്കേട് ആരോപണങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ജോലി ലഭിക്കാതെ നമ്മുടെ സംസ്ഥാനത്ത്, അതായത് PSC പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ വന്ന് നേരത്തെ ആ ഉദ്യോഗാർത്ഥി പറഞ്ഞതുപോലെ 1ാം റാങ്ക് ലഭിച്ചിട്ട് പോലും ഈ ഒരു ജോലി ലഭിക്കാത്ത നിരവധി പേർ ഇപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് മാത്രമേ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യവും ഉയർന്നു വരുന്നു. വരും ദിവസങ്ങളിൽ, അതായത് ഈ മാസം 15-ാം തീയതിക്ക് ഉള്ളിൽ അല്ലെങ്കിൽ 15-ാം തീയതിയോടുകൂടി ഒരു വിഷയം പരിഹരിക്കുമെന്നുള്ള വാക്കാലുള്ളൊരു മറുപടി മുഖ്യമന്ത്രി VD സതീശൻ നൽകിയെങ്കിലും ഇവരിപ്പോൾ സമരം കടുപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്ത് ഉണ്ട്. വരും ദിവസങ്ങളിൽ ഇവരുടെ വിഷയം പരിഹരിച്ചില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ മുഖച്ഛായ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്നുള്ള കാര്യം നോക്കിക്കാണേണ്ടതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.